Dear students, today we are going to study how to convert decimal number to octal and decimal number to hexadecimal. In the previous class, we studied how to convert decimal number to binary number system. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നോക്കാം. ഇതിലാദ്യം ഇൻറ്റിജർ പാർട്ട് എങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ റിപ്പീറ്റഡ് ഡിവിഷനാണ് വരുന്നത്. റിപ്പീറ്റഡ് ഡിവിഷനാണ്. നമുക്കറിയാം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പറിനെ ഒക്ടൽ നമ്പറിൻ്റെ ബേസ് ആയിട്ടുള്ള 8 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദി നമ്പർ ഈസ് സക്സസീവ്ലി ഡിവൈഡഡ് ബൈ 8 ആൻഡ് ദി റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. എന്താ ചെയ്യുന്നത്? 8 കൊണ്ട് സക്സസീവ് ആയിട്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യും. ദി ഒക്ടൽ ഇക്വലന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഗ്രൂപ്പിംഗ് ഓൾ ദി റിമൈൻഡേഴ്സ് വിത്ത് ദി ലാസ്റ്റ് റിമൈൻഡർ ബീയിങ് ദി MSD ആൻഡ് ഫസ്റ്റ് റിമൈൻഡർ ബീയിങ് ദി LSD. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യണം. ഏത് രൂപത്തിൽ? ലാസ്റ്റ് റിമൈൻഡറിനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ടും ഫസ്റ്റ് റിമൈൻഡറിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ടും വരുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 125 എന്ന് പറഞ്ഞ ഒരു നമ്പർ 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15 ടൈംസ് ആയിരിക്കും അതിൽ 8 ഉള്ളത്. ഓക്കെ, കോഷ്യൻ്റ് 15 ആണ്. 15 × 8 120 ആണ്. റിമൈൻഡർ 5. റിമൈൻഡർ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ഓക്കെ, എഗെയിൻ 15 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15 8 1 ടൈംസ് ആണുള്ളത്. കോഷ്യൻ്റ് 1. റിമൈൻഡർ എത്ര ഉണ്ടാവും? 7. 8 + 7 15 ആണ്. 7 ആണ് റിമൈൻഡർ. ഓക്കെ, അഗെയിൻ 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0 ടൈംസ് ആണ് 8 1ലുള്ളത്. 1നെ റിമൈൻഡർ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഈ റിമൈൻഡേഴ്സിനെ ലാസ്റ്റ് റിമൈൻഡറിനെ MSD ആകുന്ന രൂപത്തിലും ഫസ്റ്റ് റിമൈൻഡറിനെ LSD ആകുന്ന രൂപത്തിലും നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 175 ബേസ് 8 ആയിരിക്കും. 125 10 ഈക്വൽ ടു 175 ബേസ് 8. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. 400നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 50 കോഷ്യൻ്റ് വരും. റിമൈൻഡർ അവിടെ 0 ആയിരിക്കും. 15 × 8 400 ആണ്. 15 അഗെയിൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 ടൈംസ് പോവും. 6 × 8 48 ആണ്. റിമൈൻഡർ 2. 6നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0 ടൈംസ് ആ 6ൽ 8 ഇല്ല. 0 ടൈംസ് ആണ് പോവുക. 0 കിട്ടി. 0 അതിൻ്റെ റിമൈൻഡർ 6. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ലാസ്റ്റ് റിമൈൻഡറിന് 620. 400 ബേസ് 10 ഈക്വൽ ടു 620 ബേസ് 8. ഓക്കെ, ഇതാണ് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ഇനി ഇതിൻ്റെ ഫ്രാക്ഷണൽ കൺവേർഷൻ നോക്കാം. കൺവേർട്ടിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ഒക്ടൽ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ തന്നെയാണ്. ഇവിടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് കൊണ്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ എഴുതും. ഫസ്റ്റ് ഇൻറ്റിജർ കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടിന് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആകുന്ന രൂപത്തിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും. ഓക്കെ, വീണ്ടും അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എഴുതും. വീണ്ടും ഫ്രാക്ഷണൽ പാർട്ടിനെ അങ്ങനെ 0 ആകുന്നവരെ അല്ലെങ്കിൽ ഡിസൈർഡ് പൊസിഷൻ കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. ഹിയർ we use the method of repeated multiplication by 8. At first the decimal fraction is multiplied by 8. The integer part of the answer will be the most significant digit of octal fraction.
Again, the fractional part of the answer is multiplied by 8 to obtain the next significant digit of octal fraction. This procedure is continued till the fractional of product is 0 or a desired precision is obtained. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 0.52 to octal. 0.52 into 8 4.16 ആണ് കിട്ടുക. ഇൻറ്റിജർ പാർട്ട് 4. 0.16 into 8 1.28 കിട്ടും. 1 ഇൻറ്റിജർ പാർട്ട് 0.28 into 8 2.24 2.24 into 8 1.92 0.92 into 8 7.367 ഇത് 0.36 into 8 2.88 റിമൈൻഡർ ഇൻറ്റിജർ പാർട്ട് 2 LSD ആയിട്ട് നമ്മൾ മേലെ നിന്ന് താഴോട്ട് 52 base 10 equal to 0.41217 base 8. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡേഴ്സ് 0 മുതൽ 7 വരെയുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് മാത്രമേ വരുള്ളൂ. കാരണം ഒക്ടൽ നമ്പർ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നും കിട്ടില്ല, അത് പ്രത്യേകം ഓർക്കുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇൻറ്റിജർ പാർട്ട് 0 മുതൽ 7 വരെയുള്ള നമ്പർ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഡെസിമൽ ടു octal conversion. Okay, decimal to hexadecimal conversion. In this method, the number is successively divided by 16 and the remainders are recorded. They are obtained by grouping all remainders, with the last remainder being the MSD and first remainder being the LSD. Okay, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. ഡെസിമൽ നമ്പറിനെ 16 കൊണ്ട് സക്സസീവായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്യും. ലാസ്റ്റ് റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആകുന്ന രൂപത്തിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യും അല്ലേ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഫസ്റ്റ് റിമൈൻഡർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആകുന്ന രൂപത്തിൽ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യും. അതായിരിക്കും അതിൻ്റെ ഹെക്സാഡെസിമൽ ഇക്വലൻറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. 155 ഡിവൈഡ് ബൈ 16 9 ആണ് കോഷ്യൻ്റ്. ഓക്കെ, റിമൈൻഡർ 11 കിട്ടും. 11 എന്ന് പറഞ്ഞ നമ്പർ ഹെക്സാഡെസിമൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് 11നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം 10A 11B 12C 13D 14E and 15F ആണ്. ഓക്കെ, അഗെയിൻ 9നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോഷ്യൻ്റ് 0 ആണ്, റിമൈൻഡർ 9. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് റിമൈൻഡർ MSD ആകുന്ന രൂപത്തിൽ ഗ്രൂപ്പ് ചെയ്യും. 9B ആയിരിക്കും. അപ്പോൾ 155 base 10 equal to 9B base 16. വേറൊരു എക്സാമ്പിളോട് നോക്കാം. 380 ഡിവൈഡഡ് ബൈ 16 23 ആണ് കോഷ്യൻ്റ്. റിമൈൻഡർ 12 ആണ്. 12 എന്നുള്ള നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ C ആണ്. 23നെ വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ടൈംസ് പോവും, ബാക്കി റിമൈൻഡർ 7 ഉണ്ടാവും. 1നെ വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 0 ടൈംസ് ആണ്, 1 ആണ് റിമൈൻഡർ വരിക. 380 ബേസ് 10 ഈക്വൽ ടു 17C ബേസ് 16. ഓക്കെ, ഇനി നമുക്ക് നേരെ കൺവേർട്ടിംഗ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ഹെക്സാഡെസിമൽ. ഡെസിമൽ ഫ്രാക്ഷൻ ടു ഹെക്സാഡെസിമൽ എങ്ങനെ ചെയ്യാം? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 16 ആണ് ഇവിടെ. ഫസ്റ്റ് ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16. The integer part of the answer will be the most significant digit of fraction. Again, the fractional part of the answer is multiplied by 16 to obtain the next significant digit of fraction. This procedure is continued till the fractional
of product is 0 or desired precision is obtained. നമ്മൾ തുടർച്ചയായിട്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റിജർ പാർട്ട് എടുത്ത് മാറ്റി എഴുതും. അത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരിക്കും ആദ്യത്തെ ഇൻറ്റിജർ പാർട്ട്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഫ്രാക്ഷണൽ ഡിജിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റിജർ പാർട്ട് എടുത്ത് എഴുതും. ഇങ്ങനെ ആദ്യത്തെ റിമൈൻഡർ ഇൻറ്റിജർ പാർട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആകുന്ന രൂപത്തിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യും. ലാസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആകുന്ന രൂപത്തിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 0.88 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. 0.88 × 16 14.08. 14 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ഇ ആണ്, അപ്പോൾ ഇ ആയിരിക്കും വരുന്നത്. 0.08 × 16 1.28 2. ഇൻറ്റിജർ പാർട്ട് 0.28 × 16 4.48 0.48 × 16 7.68 ആണ് 7 ഇൻറ്റിജർ പാർട്ട്. 0.68 × 16 10.8. 10 എന്നുള്ള നമ്പർ നമുക്ക് ഹെക്സാഡെസിമൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ 0.88 × 16 14.08 ഇ ആണ് വരുന്നത്. ഓക്കെ, നേരെ താഴോട്ട് അറേഞ്ച് ചെയ്യും. 0.88 ബേസ് 10 = E147AE16. ഓക്കെ, ഇതാണ് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 മുതൽ എഫ് വരെയുള്ള സിമ്പിൾസ് മാത്രമേ വരുള്ളൂ, വേറത് വരെ വരും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെയാണ് വരിക. 28 എന്ന് പറഞ്ഞ നമ്പറിന് 228 228 അതിന് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കും കോഷ്യൻ്റ് വരിക? നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കട്ടെ, എൻ്റെ കൂടെ ചെയ്യുക. എന്തായിരിക്കും വരിക? 28 ആയിരിക്കും വരിക അല്ലേ? 28 ആണ്. 28നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കും റിസൾട്ട് വരിക? അതിൻ്റെ റിമൈൻഡർ നമ്മൾ ഇങ്ങോട്ട് എഴുതുക. 4 ആണ് റിമൈൻഡർ വരുന്നത്. 28നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് വരിക. ഓക്കെ, 3 വരുമ്പോൾ 3 × 8 24 ആണ്. റിമൈൻഡർ 4. വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യൻ്റ് 0 ആയിരിക്കും. റിമൈൻഡർ 3. ഓക്കെ, ഈ നമ്പർ എന്തായിരിക്കും? 228 ബേസ് 10 = 344. ഓക്കെ, 344 ബേസ് 8 ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട്. ഓക്കെ, ഇനി ഒരു ഫ്രാക്ഷണൽ പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 46 എന്ന നമ്പറാണ് തന്നതെങ്കിൽ 0.46 × 8 0.46 × 8 എന്തായിരിക്കും വരിക? 3.68. 3.68. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് നമുക്ക് എടുത്ത് എഴുതണം. ഇൻറ്റിജർ പാർട്ട് 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി 0.68 × 8 എന്താ വരുന്നത്? 5.44 അല്ലേ? അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 5. വീണ്ടും 0.44 × 0.44 ×
8 റിസൾട്ട് എന്തായിരിക്കും? 0.44 ഇൻറ്റു 8 3.52 ആണ്. 3.52 ഇൻറ്റീരിയർ പാർട്ട് നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതുക 3 and 0.52 into 8 equal to എന്തായിരിക്കും വരിക? 0.52 into 8 4.16 ഓക്കെ. ഇൻറ്റീരിയർ പാർട്ട് 4. ഇനി അടുത്തത് അടുത്ത് വരുന്ന 0.16 into 8 എന്തായിരിക്കും? 0.16 into 8 1.28 interior part 1. Okay, again 0.28 into 8 equal to 2.24 integer part 2. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? റിസൾട്ട് പോയിന്റ് 3.5341.2. ഓക്കെ, ബേസ് 8. ഓക്കെ, ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 3.353412. നമുക്ക് രണ്ടും കൂടെ എഴുതുമ്പോൾ എന്തായിരിക്കും വരിക? 3.353412 ബേസ് 8. ആൻസർ ഇതാണ്. ഓക്കെ, 8. ക്ലിയർ അല്ലേ? ഇനി ഒരു ഹെക്സാഡെസിമൽ നമ്പർ നമുക്ക് നോക്കാം. 190 എന്ന നമ്പർ 190 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കും കിട്ടുക? 11 ആണ് കോഷ്യൻ്റ്. അതിൻ്റെ ഇത് പറഞ്ഞാൽ ഇ ആണ് വരിക. ഓക്കെ, 14 ആണ് വരുന്നത്. 14 നമ്മൾ ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 11 ഡിവൈഡഡ് ബൈ 16 പോസിബിൾ അല്ല. ഇവിടെ 0 ടൈംസ് ആണ് പോകുന്നത്. ഓക്കെ, റിമൈൻഡർ 11 ആണ്. 11 എന്നുള്ളത് നമ്മൾ ബി എന്ന് പറയും. അപ്പോൾ 190 ബേസ് 10 ഈക്വൽ ടു റിസൾട്ട് ബി ഇ ബേസ് 16 ആണ്. ഓക്കെ, 0.64 0.64 into 16 equal to 0.64 into 16 10.24
10 ആണ് വരുന്നത്. ഇൻറ്റിജർ പാർട്ട് 10 അങ്ങോട്ട് എടുത്ത് എഴുതണം. 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 10 എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എ എന്ന് എഴുതാം. ഓക്കെ, എ. നെക്സ്റ്റ് 0.24 0.24 into 16 equal to എന്തായിരിക്കും വരിക? 3.84 ഇൻറ്റീജർ പാർട്ട് എത്രയാ? 3 ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് 0.84 0.84 into 16 equal to ഇൻറ്റീജർ പാർട്ട് 13 നമ്പർ നമുക്കറിയാം ഡി ആണ് വരിക. ഓക്കെ, ഈക്വൽ ടു 3.44 into 7.04 ഇൻറ്റീജർ പാർട്ട് 7 64. ഓക്കെ, 64 ഇൻറ്റീജർ പാർട്ട് 0 4 ആണ്. എന്താണ്? 10 ഇൻറ്റീജർ പാർട്ട് 10 ആണ്. എ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഓക്കെ, ഇത് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ട് എ ആൻസർ ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? 0.3D7 ഓക്കെ, ബേസ് 16 ആണ് വരിക. അസൈൻമെൻറ്റ്